ഗായ്സ്, നമ്മുടെ ഇന്നോവ ചേട്ടൻ സർവീസ് കഴിഞ്ഞ് വന്നു. ഏകദേശം 88,000 രൂപയോളമായി സർവീസ് ചാർജ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും സർവീസ് ചാർജ് ആയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ കുറച്ച് സാധനങ്ങൾ നമ്മൾ മാറ്റി. അതുകൂടാണ്ട് ഇന്നോവയുടെ നോർമൽ സർവീസ് ചാർജ്, ഇന്നോവയ്ക്ക് ഏകദേശം 18,000 രൂപയാണ് സർവീസ് ചാർജ് വരുന്നത്. പ്ലസ് നമ്മൾ കുറച്ച് ആക്സസറീസ് ഒക്കെ മാറ്റി. ഒന്നാമതായിട്ട് മാറ്റിയത് ഈ കാണുന്ന ഫുഡ് റെസ്റ്റാണ്. കണ്ടില്ലേ, ഈ ഫുഡ് റെസ്റ്റ് കമ്പനിയുടെ ഒറിജിനൽ ഫുഡ് റെസ്റ്റ് ഇട്ട് ഈ സാധനം നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. കണ്ടില്ലേ, ടൊയോട്ടയുടെ ഒറിജിനലാണിത്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ മാറ്റിയത് ഈ ടയറിൻ്റെ അകത്ത് ഷോക്കർ. ഈ ഷോക്കറുകൾ നമ്മൾ മാറ്റി, പുതിയ ഷോക്കർ ഇട്ട് നമ്മൾ പിന്നൊക്കെ പുതിയ ഇട്ടികൾ കാണാൻ പറ്റും. കംപ്ലീറ്റ് ആ ഷോക്കറിൻ്റെ സ്റ്റിക്ക് മാറ്റി പുതിയ ഷോക്കർ മേടിച്ചിട്ടു. ഈ സൈഡും അപ്പർ സൈഡും രണ്ട് ഫ്രണ്ടും. പിന്നെ ലോവറാമ് മാറ്റി. ഈ ഒരു വീൽ ബെയറിങ്ങിന് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, അത് മാറ്റി. ഇന്റീരിയർ ഫുള്ള് ക്ലീൻ ചെയ്തു. സീറ്റൊക്കെ അഴുക്ക് പിടിച്ചിരിക്കുകയായിരുന്നു, നല്ല ഫോം വാഷ് ചെയ്ത് നല്ല സൂപ്പറാക്കി. സീലിംഗ് ഒക്കെ നല്ല അടിപൊളിയാക്കി, നല്ല പുത്തം പോലെ ആയി വന്നുകൊണ്ട് സീലിംഗൊക്കെ. എൻ്റെ ലൈഫിൽ ഒരുപാട് വാഹനങ്ങൾ ഓടിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു ഇന്നോവയാണ്. കാരണം ഇതിൻ്റെ ഒരു യാത്രാ കംഫർട്ടും ഫാമിലിയായിട്ട് യാത്ര ചെയ്യാനും ഇതിൻ്റെ ഒരു സസ്പെൻഷനും പിന്നെ ഇതിനകത്ത് സൈലൻസ് എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കൂടാണ്ട് അത്യാവശ്യം മൈലേജും ഉണ്ട്. മെയിനായിട്ട് യാത്രാ കംഫർട്ട് ഭയങ്കരമാണ്. 8-9 പേർക്ക് നമ്മൾ ഫുൾ ഫാമിലി ആയിട്ട് ഇതിനകത്ത് പോകാൻ പറ്റും. അതൊക്കെ കൊണ്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇന്നോവ ഇഷ്ടം. ഞാനിവിടെ നാട്ടിൽ ഇവിടെ വന്നിട്ടാണെങ്കിലും ഏറ്റവും കൂടുതൽ ഓടിച്ചിട്ടുള്ളതൊരു വണ്ടി ഇന്നോവയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഫാമിലി ആയിട്ടൊക്കെ സുഖമായിട്ട് നമുക്ക് ട്രിപ്പിലൊക്കെ പോകാൻ പറ്റുന്നൊരു വണ്ടിയാണിത്. ഇതിൻ്റെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോറിങ് തുറന്നു കഴിഞ്ഞാലോ ഈ ഒരു ഹൈറ്റ് ഇല്ലേ, ഈ ഒരു ഹൈറ്റ് ഏത് ആൾക്കാർക്കും വളരെ സിമ്പിളായിട്ട് കയറിയിരിക്കാൻ പറ്റുന്നൊരു ഹൈറ്റാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിനകത്ത് പൊടിയൊക്കെ അടിച്ച് കളയാനായിട്ടുണ്ടല്ലോ. ഇവിടെ വേറെ പടിയൊന്നുമില്ല, നേരെ തട്ടിക്കളഞ്ഞ് കഴിഞ്ഞാൽ പോരും. കണ്ടോ, സാധാരണ ചില വണ്ടികൾക്കൊക്കെ ഇവിടെ ഒരു വലിയൊരു ഒരു പടി പോലെ കാണും. അത് കയറാനും ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് കയറാം. പിന്നെ ഈ ഒരു ഹൈറ്റ് നമ്മുടെ ഒരു ഹൈറ്റുമായിട്ട് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നൊരു ഹൈറ്റാണിത്. പ്രായമായ അമ്മച്ചിമാരൊക്കെ ആണെങ്കിൽ സുഖമായിട്ടും കയറിയിരിക്കുക അവർക്ക്. പിന്നെ അതുപോലെ തന്നെ ചവിട്ടി വെളിയിലേക്ക് ഇറങ്ങാം. വളരെ വൈഡായിട്ട് ഓപ്പൺ ആകുന്ന ഒരു ഡോറുമാണ്. കണ്ടല്ലേ, സുഖമായിട്ട് കയറാം. തന്നെ ഇത് ഓട്ടോമാറ്റിക് വാഹനമാണിത്. അതുകൊണ്ട് നമുക്ക് യാത്ര ചെയ്ത് ഓടിച്ചു പോകാനൊക്കെ വളരെ സുഖമാണ്. ഒന്ന് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ആക്സിലേറ്റർ ഇട്ടുക പോവുക, ആ ഒരു സ്റ്റൈലിലാണിത്. കൂടാതെ ഇതിൻ്റെ എൻജിൻ റൂമൊക്കെ നല്ല ക്ലീൻ ആക്കിയവർ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനൊരു കവറുണ്ട്, പക്ഷേ ആ കവർ മേടിച്ചപ്പോഴില്ലായിരുന്നു. ഞാൻ സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിച്ചാണ്. വന്നിട്ട് നമ്മൾ പുതിയ ബാറ്ററിയൊക്കെ മേടിച്ച് വെച്ചു. കണ്ടില്ലേ, റോട്ടിൽ കൂടി പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. റീറ്റെയിൽ ഡാഡി എന്ന് ബാക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, റീറ്റെയിൽ ഡാഡി. ആൻഡ് വെൽക്കം ടു റീറ്റെയിൽ ഡാഡി.